ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കാലത്ത് മുതലൊരു ഉച്ച വരെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അതിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വെള്ളപ്പം മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഞാനും മുന്നേയും കൂടെ ഇരുന്ന് വെള്ളപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഉച്ചക്കുള്ള ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് മൂത്തിട്ടുള്ള എന്നാൽ പഴുത്തിട്ടില്ല അങ്ങനത്തെ ഒരു ചക്കയാണ്. അപ്പോൾ ആ ചക്ക നമ്മൾ മുറിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഭാഗത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നമുളക് പൊടിച്ചത് ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ കുറച്ച് ചുവന്നമുളക് ഒന്ന് പൊടിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് സബോളയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തത്. ഒരു 2 വലിയ സബോള എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രം വെച്ചിട്ട് പിന്നെ ഇത് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ഓയിലൊന്നും ഒഴിക്കരുത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇടുക. അതെന്തിനാണെന്നറിയാം, നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഈ വെളുത്തുള്ളി ആദ്യം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അപ്പോൾ അതും ഇട്ടിട്ട് നല്ല പോലെ ഇത് നല്ല മുരിഞ്ഞ് കിട്ടണ പോലെ ആയിട്ട് കിട്ടണം കേട്ടോ. നമുക്കിത് ഇതാ നമുക്ക് ആ അരപ്പുണ്ടല്ലോ നല്ല പോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ അത് മറ്റേ ആ ഒരു വേവിച്ച് വെച്ച് ചക്കയിലേക്ക് കിട്ടണത് നമുക്ക് കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ വിചാരിച്ചത് ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനൊരു പരിപാടി ചെയ്യാൻ പോവാണ്. നമ്മളെ കാലത്തുണ്ടായിരുന്ന വെള്ളപ്പത്തിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഒരു അപ്പം കിട്ടുമല്ലേ, ചില വട്ടയപ്പം, അതേപോലെ കള്ളപ്പം, വെട്ടയപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സംഭവം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മുന്നേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ബാക്കി ഉണ്ടാകുമ്പം കാലത്തുണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടാകുമ്പോൾ അതിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടിട്ട് ഒരു മധുരം നല്ല നമുക്ക് ഇഷ്ടമുള്ള മധുരത്തിനനുസരിച്ചിട്ട് ആക്കിയിട്ട് ഇതേപോലെ വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, ഉമ്മയുടെ അമ്പഴങ്ങ പൊട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അമ്പഴങ്ങ പൊട്ടിക്കണതും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഉപ്പാടെ ഒരു കൃഷിത്തോട്ടാട്ടോ. കാരണം കുറേ വാഴകളും അതേപോലെ ചേമ്പ്, ഇതേപോലെ അമ്പഴങ്ങ, പൈനാപ്പിൾ, അങ്ങനെ കുറേ ഉണ്ട് അവിടെ. വെണ്ടക്ക, അതേപോലെ വഴുതനങ്ങ, അങ്ങനെ കുറേ കുഞ്ഞതായിട്ടാണെങ്കിലും ഉപ്പാക്ക് കാലത്ത് ഇറങ്ങി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി ഒന്ന് എന്താ പറയുക ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ഉഷാറാണ്. അപ്പോൾ ഇതാ ഒരു വാഴ കുലച്ചിട്ടുണ്ട്. അതേപോലെ ഇതാ നമ്മുടെ പൈനാപ്പിൾ ആയിട്ട് വരാൻ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കഴിഞ്ഞ വർഷമായിട്ട് വെച്ചതാണ് കേട്ടോ ഈ ഒരു പൈനാപ്പിൾ. ഇപ്പോൾ ഒരു ഏകദേശം 1 വർഷമൊക്കെ ആവണുണ്ട്. ഇത് മുട്ടപ്പഴമാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ കുറേ മുന്നിട്ടിട്ടുണ്ട്. പിന്നെ ഇനി എന്താ, പിന്നെ ഇതൊക്കെ വെച്ചിട്ടുള്ളത് കൂവയാണ് കേട്ടോ. കൂവ നമ്മൾ ചാക്കിൽ വെച്ചതാണ് കേട്ടോ. അവിടെ പന്നിയുടെ ഒക്കെ ശല്യം ഉണ്ടല്ലോ, അത് നല്ലോണം ഉണ്ട്. അപ്പോൾ അത് ചാക്കിൽ വെച്ചിട്ട് നമ്മളുടെ വീടിൻ്റെ അടുത്തേക്കായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ അപ്പോൾ ഇതാ കറക്റ്റ് നല്ല ഇതിൽ പൊന്തി വന്ന്. കാരണം നമ്മളിത് മുന്നേ തന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് പൊന്താൻ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് വെക്കണതല്ലേ. അപ്പോൾ നല്ല പോലെ തന്നെ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പോലെ വന്നു. നമ്മൾ തണുത്തപ്പോൾ ഇതാ നല്ല ഇതായിട്ട് ആ ഒരു പാത്രത്തിൽ നിന്ന് കിട്ടുകയും ചെയ്ത് കേട്ടോ. അതിപ്പോൾ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചാൽ നല്ല ഇതിൽ കിട്ടുകയും ചെയ്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് കാലത്ത് ഇപ്പോൾ ഒരു വെള്ളപ്പം ഉണ്ടാക്കണമെങ്കിൽ ഉച്ച കഴിഞ്ഞ നേരത്തേക്ക് ഒരു സ്നാക്സായിട്ട് ചായയിലേക്ക് കടിയൊക്കെ ആയിട്ട് ഇതേപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാവുമ്പോൾ അത് നല്ലതാണ് കേട്ടോ. കാരണം എന്തായാലും വെള്ളപ്പം നമ്മൾ കഴിക്കണതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതുകൊണ്ട് ഇതേപോലെ ഉണ്ടാക്കുകയും ചെയ്യുക. പിന്നെ ഇതാ നല്ല മഴക്കാറ് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയും വന്നിട്ടാ.
അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആ ഉച്ചയുടെ ടൈമായി. അപ്പോൾ നല്ല ചൂട് കഞ്ഞിയും അതേപോലെ അച്ചാറും. ഈ ഒരു അച്ചാർ നമ്മൾ മുന്നേ ഇടുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് പോയി നോക്ക്. പിന്നെ നമ്മളെ ഉണ്ടാക്കിയ ചക്കപ്പുഴുക്കും അതേപോലെ കോഴിമുട്ട പൊരിച്ചതും പിന്നെ ഒരു പപ്പടവും അടിപൊളിയാണ്. പുറത്ത് മഴയും ഉള്ളിലിരുന്നിട്ട് ഇതേപോലെ നല്ല ചൂടുള്ള കഞ്ഞിയും ഇങ്ങനെ ചക്കപ്പുഴുക്കും പപ്പടമൊക്കെ കൂട്ടി തിന്നാൻ അടിപൊളിയാണ്. കയ്യിലൊന്നും ശരിക്കും പാടില്ല. ശരിക്കും ഇത് കഴിക്കണമെങ്കിൽ എന്താ പറയുക, എല്ലാം കൂടെ ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ച് ഇങ്ങനെ അതേപോലെ പപ്പടമൊക്കെ ഇട്ട് പൊട്ടിച്ച് കഴിച്ച് അങ്ങനെ കണ്ട് കഴിക്കണം. ഞാൻ വീഡിയോ എടുക്കണ കാരണം മാത്രം ഞാൻ സ്പൂൺ കൊണ്ട് കഴിച്ചെന്നുള്ളൂ. മുന്നാക്ക് ഇതൊന്നും അങ്ങനെ ഇട്ടിട്ട് വലിയ ഇഷ്ടമല്ല, ഉപ്പേരിയൊന്നും അവനക്ക് ഇഷ്ടമല്ല. അവൻ എന്ത് ചെയ്തു, പപ്പടം ഇട്ട് കൊടുത്തപ്പോൾ ആ പപ്പടം മാത്രമായിട്ട് അവൻ കഴിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു രസമാണ് കേട്ടോ നമ്മൾ ഈ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു ചേഞ്ച്. എന്നും ഒരു നമ്മൾ എന്താ പറയുക സാധാ ഒരു പാത്രത്തിലും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇതൊരു ചേഞ്ച്. അപ്പോൾ അതൊരു മക്കൾക്കായാലും നല്ല രസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.